ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ ബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഞായറാഴ്ചകൾ നമ്മൾ പാട്ട് ദിവസം, മ്യൂസിക് തെറാപ്പിയുടെ ദിവസമാണ്. ഇത് നമ്മൾ ബിച്ചു തിരുമലയുടെ പാട്ടുകളാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ജോസഫ് ജോൺ സാറിലൂടെ മ്യൂസിക് തെറാപ്പിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വശങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കും. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ജോസഫ് ജോൺ സാറിനെയും. ജോസഫ് സാർ, യുവർ വെൽക്കം. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. പ്രപഞ്ചനാഥനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറ് പറഞ്ഞതുപോലെ പാട്ട് വിശേഷം എന്നുള്ള ഈ പ്രോഗ്രാമിൽ ആദ്യം മ്യൂസിക് തെറാപ്പിയുടെ സെഗ്മെൻ്റാണ്. അതിനുശേഷം നമ്മൾ ഇന്ന് ബിച്ചു തിരുമലയുടെ പാട്ടുകളാണ് ആലപിക്കുക. അദ്ദേഹത്തെക്കുറിച്ചും സാബു സാറൊക്കെ സംസാരിക്കും. നമുക്കൊന്ന് ആരംഭിക്കാം. കേളി നളിനം വിടരുമോ ശിശിരം പൊതിയും കുളിരിൽ നീ വ്രീളാവതിയായി വിടരുമോ. ഇങ്ങനെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് ഒഴുകി വരിക? വേറൊരു പാട്ടിലേക്ക് പോവാം. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയായി ദൂരയാത്ര മൊഴിയുമാ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അപ്പോ ഈ പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു തെറാപ്പിയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് സിംഗിങ്. പാട്ടിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിംഗിങ് മ്യൂസിക് തെറാപ്പിയിൽ ഒരു ടൂളാണ്. പാട്ട് പാടിക്കുക, പാട്ട് പാടുക, ഗ്രൂപ്പ് സിംഗിങ്, പാട്ട് എഴുതുക, ഇങ്ങനെയുള്ള ടെക്നിക്സ് മ്യൂസിക് തെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഞാൻ പറയുകയാണെങ്കിൽ സിംഗിങ് തന്നെയാണ്. അപ്പം എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല, പക്ഷേ നമുക്ക് പറ്റുന്നത് പോലെ പാടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുക? മ്യൂസിക് ഹീൽ അവർ ബ്രെയിൻ ആൻഡ് ഹാർട്ട്. ഇത് രണ്ടുമാണല്ലോ ഏറ്റവും പ്രധാനം, അല്ലേ? ആ രണ്ട് പ്രധാനപ്പെട്ട സങ്കേതങ്ങളെയും ഹീൽ ചെയ്യും. അതാണ് മ്യൂസിക്കിനുള്ള പ്രത്യേകത. നമ്മൾ പല ആവർത്തി സംസാരിച്ചിട്ടുള്ളതാണ് ഹൗ മ്യൂസിക് അഫക്ട്സ് അവർ ബ്രെയിൻ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, എങ്ങനെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പാട്ട് അല്ലെങ്കിൽ സംഗീതം നമ്മളെ സ്വാധീനിക്കുന്നു, നമ്മളെ സഹായിക്കുന്നു, നമ്മളെ ഉണർത്തുന്നു, നമ്മളെ വളർത്തുന്നു. ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഇത് ഓർത്തിരിക്കുക. മ്യൂസിക് ക്യാൻ ഹീൽ അവർ ബ്രെയിൻ ആൻഡ് ഹാർട്ട്. ഒന്ന് ചിന്തയുടേതാണ്, പെർസെപ്ഷൻ്റേതാണ്, മറ്റത് നമ്മുടെ വികാരങ്ങളുടേതാണ്. ഇത് രണ്ടും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുവാൻ മ്യൂസിക്കിന് സാധിക്കും. മ്യൂസിക് തെറാപ്പി എന്ന് തുടങ്ങി ആർക്കെങ്കിലും പറയാമോ? അത് തെറാപ്പി എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചു തുടങ്ങിയത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണെങ്കിലും മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ തെറാപ്യൂട്ടിക്കൽ യൂസ് മനുഷ്യനുണ്ടായ കാലം മുതൽ ഉണ്ടായിരിക്കണം.
ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മ്യൂസിക്കിൻ്റെ ഹീലിംഗ് പവർ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഓക്കെ, അത് ഗ്രീക്ക് ചരിത്രത്തിലേക്കും ഒക്കെ അതിൻ്റെ വേരുകളുണ്ട്, അവിടെയൊക്കെ അതിൻ്റെ വേരുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഹീലിംഗ് ഏജൻ്റായിട്ട് മ്യൂസിക് വരുന്നു എന്നുള്ളതാണ്. വൈകാരികമായിട്ട് നമുക്ക് ഫിസിക്കലായിട്ടും അബ്നോർമാലിറ്റീസ് വരാം, മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്ന് പറയുന്ന പോലെ തന്നെ. ഇന്ന് ഈ പഠനം, മ്യൂസിക് തെറാപ്പിയുടെ പഠനം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അത്ര ആയിട്ടില്ലെങ്കിലും മറ്റ് രാജ്യങ്ങൾ അതിൻ്റെ ഗുണം മനസ്സിലാക്കിക്കൊണ്ട് വെസ്റ്റേൺ വേൾഡ്, സ്റ്റേറ്റ്സിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പൈൻഡ് വിത്ത് ന്യൂറോ സയൻസ്. ന്യൂറോണിനെയാണല്ലോ ഇത് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബന്ധപ്പെടുന്നത് മ്യൂസിക്. അപ്പോൾ അതുകൊണ്ട് ന്യൂറോ സയൻസ് ഗവേഷണങ്ങളും പഠനങ്ങളും വളരെ ത്വരിതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മ്യൂസിക് തെറാപ്പി. ഇറ്റ് ഈസ് ഫാസ്റ്റ് ഗ്രോയിങ്. നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ അതിനോടൊരു ഇഷ്ടം, അല്ലെങ്കിൽ നമ്മളെ ആകർഷിക്കുന്ന എന്തുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കൂ. എന്ന് മുതലാണ് നിങ്ങൾ പാട്ടിനോട് അല്ലെങ്കിൽ പാട്ടിൻ്റെ ആകർഷണ വലയത്തിൽ പെടാൻ തുടങ്ങിയത്? ആർക്കെങ്കിലും പറയാമോ? കുട്ടിക്കാലം മുതൽ. കുട്ടിക്കാലം മുതൽ, തിരിച്ചറിവുണ്ടായ കാലം മുതൽ, അമ്മയുടെ താരാട്ട് പാട്ടിലൂടെ അല്ലേ സാർ? താരാട്ട് പാട്ടിലൂടെ. പക്ഷെ അതിനു മുമ്പും ഉണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. ഇറ്റ് ഈസ് റൈറ്റ് ഫ്രം ദ വൂംബ്, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവസാനത്തെ ഗർഭകാലത്തിൻ്റെ അവസാനത്തെ 5 മാസങ്ങൾ ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് നേടിയാണ് നമ്മൾ അവിടെ കിടക്കുന്നത്, ഒരു കുഞ്ഞവിടെ കിടക്കുന്നത്. താളവും അതിൻ്റെ മെലഡിയൊക്കെ അവർക്ക് തിരിച്ചറിയാൻ, എസ്പെഷ്യലി റിതംസ്. അതുകൊണ്ടാണ് പണ്ട് അമ്മ കേട്ട കഥകൾ, അല്ലെങ്കിൽ അമ്മ കേട്ട് വളർന്ന പാട്ടുകൾ, അതായത് കുഞ്ഞുണ്ടായിരിക്കുന്ന കാലത്താണ് കേട്ടോ, ഗർഭാവസ്ഥയിൽ, ആ പാട്ടുകളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അവൻ ആ മെലഡി ഓർത്തെടുക്കും, അല്ലെങ്കിൽ ആ താളം ഓർത്തെടുക്കാൻ. കറക്റ്റ്. ഉദാഹരണങ്ങൾ നമ്മുടെ പുരാണങ്ങളിലും ഒക്കെയുണ്ട്. ഇറ്റ് ഈസ് സയന്റിഫിക്കലി പ്രൂവ്ഡ് ഓൾസോ. ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ പാട്ടുകളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. വളർന്നു കഴിഞ്ഞുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് പോലും അത് സാധിക്കുന്നുവെങ്കിൽ ഈ ഒരു ആകർഷണ വലയത്തിൽ നമ്മൾ പെടുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി വേണ്ട എന്ന് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. ടിൽ ഡെത്ത്, നമ്മൾ ഇവിടുന്ന് വിട്ടുപോകുന്നത് വരെ ആ ഒരു സ്വാധീനം, സംഗീതത്തിൻ്റെ സ്വാധീനം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, നമുക്കതിൻ്റെ സംഗീതവും ഹെൽത്ത് ബെനിഫിറ്റും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. സംഗീതം പല തരത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന്, ഇമോഷണൽ എക്സ്പ്രഷൻ. പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വിഷമതകൾ, നെഗറ്റീവ് തോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നിരാശാബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നെഗറ്റീവ് തോട്ട്. ദേഷ്യം, മറ്റുള്ളവരോടുള്ള വൈരാഗ്യം, ദേഷ്യം, സങ്കടം, അപകർഷതാബോധം, ഏകാന്തത, ഒറ്റപ്പെടൽ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ആരും കരുതുന്നില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലാക്കും. അതൊന്ന് എക്സ്പ്രസ് ചെയ്താലല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സംഗീതം അതിന് ഒരു വഴിയൊരുക്കും. മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഇതുപോലുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക ഒരു മാർഗം, അല്ലെ, ഒരു മീഡിയമാണ് സംഗീതം എന്ന് നമുക്ക് പറയാം. മ്യൂസിക് പ്രൊവൈഡ്സ് ആൻ ഔട്ട്ലെറ്റ് ഫോർ
ഇമോഷൻ, ഒരു ഔട്ട്ലെറ്റ്, ബഹിർഗമന നാളി എന്ന് പറയും അല്ലേ, ഔട്ട്ലെറ്റ്, ഇമോഷൻ. അങ്ങനെ ഇമോഷൻസ് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ വി ഗെറ്റ് റിലാക്സ്ഡ്. നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ അതിലൂടെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഇമോഷൻ പ്രകടിപ്പിക്കുക, ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുവാൻ സംഗീതം സാധിക്കുന്നു എന്നുള്ളത് ഹെൽത്ത് ബെനിഫിറ്റ് അല്ലേ? തീർച്ചയായും മനസ്സിന് അല്ലെങ്കിൽ മനസ്സ് വഴി ശരീരത്തിന് അത് ആശ്വാസം പകരും. ഓക്കെ, ത്രൂ വോക്കൽ ഇംപ്രവൈസേഷൻ. ഇതെങ്ങനെയാ മ്യൂസിക് തെറാപ്പിയിൽ ഉപയോഗിക്കുക? പാട്ട് പാടിക്കൊണ്ട്, അല്ലെങ്കിൽ പാടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാടുന്നതിനോടൊപ്പം ചേർന്ന് പാടാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, ഒന്ന് ഇംപ്രവൈസ് ചെയ്തുകൊണ്ട്, അവരുടെ രീതിയിൽ പാടിപ്പിച്ചുകൊണ്ട്, അവരുടെ കഴിവിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് വോക്കൽ ഇംപ്രവൈസേഷൻ നടത്തുക എന്ന് പറയും. വോക്കൽ ഇംപ്രവൈസേഷൻ. അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് പാടിക്കൊടുക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അത് ഒരു ബേസാണ്, അത് നമ്മൾ ഓർത്തിരിക്കണം. എപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന പേഷ്യൻ്റ് ആയാലും ഗ്രൂപ്പായാലും അവരുടെ ഇഷ്ടമുള്ള പാട്ടല്ലെങ്കിൽ അവരത് അതിന് റെസ്പോണ്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഗാനമേള തന്നെ നടത്തുന്നു. അതിൽ നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് കോമണായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളാണ് സെലക്ട് ചെയ്യുക അല്ലേ? എന്ന് പറഞ്ഞതുപോലെ മ്യൂസിക് തെറാപ്പിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അവരുടെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും. ഇഷ്ടമുള്ളതായിരിക്കണമെന്ന് മാത്രമല്ല, ചോയ്സിന് അവർ തന്നെ ചോയ്സ് ചെയ്തോട്ടെ എന്നുള്ളതാണ് പറയുക, പ്ലേലിസ്റ്റ്. ഓക്കെ, താങ്ക് യു രമാദേവിമോ. വോക്കൽ ഇംപ്രവൈസേഷൻ നടത്തുന്നതുകൊണ്ട് എങ്ങനെയാണ്? ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ പാടുന്നതിന് ഒരു ടിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൂഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരറിയാതെ തന്നെ അതിനോട് പ്രതികരിക്കും. അതാണ് ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത്. തൽക്ഷണം പ്രതികരിക്കുക. അപ്പം അതിലൂടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയായിരിക്കും? അവരുടെ ആ ഒരു റെസ്പോൺസ് കേൾക്കുമ്പോൾ അറിയാം എന്താണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതനുസരിച്ച് തെറാപ്പിസ്റ്റിന് പ്രതികരിക്കാൻ സാധിക്കും. ഓക്കെ, ഇമോഷണൽ എക്സ്പ്രഷൻ. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ തന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. ഒരു പുതിയ സംഭവം അവരുടെ നിന്ന് വരാം. ഒരു ഫോർ എക്സാമ്പിൾ, ഒരു മ്യൂസിക് കോമ്പസിഷൻ ഇങ്ങനെ എല്ലാവരും കൂടി ചെയ്യാന്ന് വിചാരിക്കുക. അതും ഒരു തെറാപ്പിയുടെ ഭാഗമാണ്. മ്യൂസിക് കമ്പോസ് ചെയ്യുക വിത്ത് ദ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ത്രെഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും മനോഹരമായ ക്രിയേറ്റിവിറ്റി ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇമോഷണൽ എക്സ്പ്രഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യുന്നു അല്ലേ? ഓക്കെ, സോങ് ചോയ്സ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ ഇൻഡിവിജ്വൽസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ ടേസ്റ്റിന്, അവരുടെ ഇമോഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതിനെ ബേസ് ചെയ്തുള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന സോങ്. അപ്പോൾ ഈ സോങ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ടാകും അല്ലേ? അവർ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ നോക്കുമ്പോൾ തന്നെ അവരുടെ എക്സ്പീരിയൻസ് നമുക്കറിയാൻ പറ്റും, അവരുടെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും, അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ സോങ് സെലക്ഷൻ ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ സെലക്ഷൻ വരുന്നത് തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പാട്ട് പാടുന്നത് കൊണ്ടുള്ള തെറാപ്യൂട്ടിക്കൽ കാര്യങ്ങൾ, യൂസസ് വളരെ അധികം ആണ്. നമുക്കത് ഓരോ സ്റ്റെപ്പിലും അത് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റും, അത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഒരു നല്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഞാനും തുടങ്ങിയപ്പോൾ കേളി നളിനം തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മെലഡീസ് കേൾക്കുമ്പോൾ, ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ കുഞ്ഞിളം കൈ വീശി നീ തോണിയേറിപ്പോയില്ലേ. അത് നല്ലൊരു മെലഡിയാണ്. അത് കേട്ടപ്പോൾ എന്താണ് നമുക്ക് ഒരു മനസ്സിലൊരു ഇമോഷൻ, അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു മൂഡ് എൻഹാൻസ്മെന്റ്
അല്ലേ? ഒരു ഹാപ്പി സോങ് കേൾക്കുമ്പോൾ, ഇതിപ്പോൾ ഒരു ഹാപ്പി സോങ് ആണോ എന്ന് ഞാൻ ആണെന്ന് പറയുന്നില്ല, ഇറ്റ് ഈസ് എ മെലഡി, എങ്കിലും നമ്മളെ സ്വാധീനിക്കുന്നു, നമ്മുടെ മൂഡൊന്ന് എലവേറ്റ് ചെയ്യുന്നു, മൂഡ് എൻഹാൻസ് ചെയ്യാനായിട്ട് സംഗീതത്തിന് സാധിക്കും. അതുകൊണ്ട് ഹെൽത്ത് ബെനിഫിറ്റ് ഇല്ലേ? ഇല്ലായിരിക്കുമ്പോൾ, രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും മൂഡ്? ഇറ്റ് വിൽ ബി ഡൗൺ. ഒരു നിരാശാബോധമായിരിക്കും. ഓ, എനിക്ക് ഇത് വന്നല്ലോ അല്ലേ, എനിക്കിനി എന്തെല്ലാം ചെയ്യണം, എൻ്റെ റൂട്ടീൻ കാര്യങ്ങൾക്ക് അപ്പുറം ഇനി ഞാൻ മരുന്നിനും ആശുപത്രിക്കും ഒക്കെ, അങ്ങനെ ഒരു ചിന്തകളൊക്കെ വരും. ആ ചിന്തയിലൂടെ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരുന്നാൽ that will affect our health, that will affect our life അല്ലേ? അപ്പോൾ സംഗീതത്തിന് അങ്ങനെ മൂഡ് ഓഫായിരിക്കുന്നവരുടെ മൂഡ് എലവേറ്റ് ചെയ്യുവാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല പാട്ടുകൾ കേൾക്കും. അസുഖമാർക്കും എപ്പോഴും വരാം അല്ലേ? വരാതെ നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിലും വരാം. വന്നാൽ മൂഡ് ഡൗൺ ആകാതെ നോക്കാൻ സംഗീതത്തിന് സാധിക്കും. ഡിപ്പെൻഡ് ഓൺ മ്യൂസിക്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഓക്കെ, രോഗം നമ്മുടെ മൂഡ് കളയുകയാണ് ചെയ്യുക. ഒന്നിനും ഒരു താല്പര്യമില്ല, ഒരു സ്പിരിറ്റ് ഒക്കെ ഇല്ലാതെ ഒരു സാഹചര്യം വന്നേക്കാം. എൻജോയ് മ്യൂസിക്. എന്തുകൊണ്ടാണ് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറയുന്നത്? എങ്ങനെയുള്ളൊരു അവസ്ഥയിൽ? സിംഗിങ് റിലീസസ് എൻഡോർഫിൻസ്, ഇംപ്രൂവിങ് മൂഡ് ആൻഡ് ഓവറോൾ വെൽബീയിങ്. ഉണ്ടോ? അവിടെ ഒരു മാജിക് സംഭവിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു പാട്ട് കേട്ടാൽ എന്നാ മൂഡ് മാറാൻ അല്ലെങ്കിൽ അസുഖം മാറാനും. പാട്ട് കേൾക്കണം. പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകും, റെസ്പോൺസസ് ഉണ്ടാകും. ഇവിടെ സംഭവിക്കുന്നത് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ, എൻഡോർഫിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ, ആ ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം എന്താണ്? നമ്മുടെ മൂഡ് എൻഹാൻസറാണ്. അതുപോലെ തന്നെ ഓവറോൾ വെൽബീയിങ്, നമ്മുടെ ശാരീരിക വെൽബീയിങ് നിലനിർത്തുവാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ പാട്ട് കേൾക്കുന്നു. സോഷ്യൽ ബോണ്ടിങ്, അത് ഞാൻ പറഞ്ഞു, ഇമോഷണൽ എക്സ്പ്രഷൻ. രണ്ടാമത് മൂഡ് എൻഹാൻസ്മെന്റ്, ദെൻ സോഷ്യൽ ബോണ്ടിങ്. സോഷ്യൽ ബോണ്ടിങ് എങ്ങനെയാണ് ഉണ്ടാവുക? എസ്പെഷ്യലി കൊയർ അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ സിംഗിങ് വിത്ത് അതേഴ്സ് ഫോസ്റ്റേഴ്സ് സോഷ്യൽ കണക്ഷൻ. പരസ്പരം ഒരു കണക്ഷൻ ഉണ്ടെങ്കിലല്ലേ ഒരു പാട്ട് എല്ലാവർക്കും കൂടി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിഷ്ടം പോലെ ഞാൻ ഇങ്ങനെ പാടുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞേ പാടുകയുള്ളൂ, നിങ്ങൾ പാടുന്നതിനൊപ്പം പാടാൻ എന്നെക്കൊണ്ട് പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത വരാൻ സാധ്യതയില്ലല്ലോ. അവിടെ എന്താണ് അവിടെ വരേണ്ട? ഒരു കോർഡിനേഷൻ, ഒരു കോപ്പറേഷൻ വരണം, ഒരു കണക്ഷൻ വരണം, ഒരു ബോണ്ടിങ് വരണം. അപ്പോൾ അങ്ങനെ സോഷ്യൽ ബോണ്ടിങ് സംഗീതം കൊണ്ടുവരുന്നത് കൊണ്ട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സോഷ്യൽ ബോണ്ടിങ് വന്നു കഴിയുമ്പോൾ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് മാറുന്നു, മറ്റുള്ളവരെ സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാകും, അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകും അല്ലേ, അനുസരിക്കാനുള്ളൊരു മനസ്സുണ്ടാകും, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കാൻ, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാനായിട്ട് കൈകോർക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ ബോണ്ടിങ് ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനം മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്നു. അതിലൂടെ എത്രമാത്രം സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റും, എത്രമാത്രം റിലാക്സ്ഡ് ആകാൻ പറ്റും എന്നുള്ളതാണ്. മ്യൂസിക് നമ്മുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് സ്വാധീനിക്കുന്നു എന്നുള്ളത് ഹെൽത്ത് ബെനിഫിറ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹീലിംഗ് അതുവഴി സംഭവിക്കുന്നു. ഇനി നമ്മൾ ഇതിന് ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും സിംഗിങ് കൊണ്ട്, മ്യൂസിക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. മ്യൂസിക് കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻസ് ഉണ്ടാക്കും. എന്താണ് കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻസ്? കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ്, ബ്രെയിൻ ഫാക്കൽറ്റീസ് ആണ്. നമ്മുടെ ചിന്ത, ദെൻ ഓർമ്മ, പെർസീവ് ചെയ്യാനുള്ള കഴിവ്, പെർസെപ്ഷൻ, ഗ്രഹണം അല്ലെ, ഗ്രഹണശക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുന്നത് കൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത അസുഖങ്ങൾ ഭേദമാകും.
കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻ സംഭവിക്കുന്നു. സംഗീതത്തിന് അങ്ങനെയുള്ളൊരു ഗുണമുണ്ട്. സിംഗിങ് ഇൻക്രീസസ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. കോഗ്നിറ്റീവ് ഫങ്ഷൻസ് കൂട്ടുന്നു എന്ന് പറയുന്നു. സച്ചാസ് മെമ്മറി, ലാംഗ്വേജ് ആൻഡ് പെർസെപ്ഷൻ. മെമ്മറി കൂട്ടുന്നു. പാട്ട് ഓർത്തെടുക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. പണ്ട് നമ്മൾ പഠിച്ച തിയറികളോ അല്ലെങ്കിൽ ലേഖനങ്ങളോ അതിനേക്കാളൊക്കെ പാട്ടിൻ്റെ വരികൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. റീകോൾ ചെയ്യാൻ പറ്റും, പെർസീവ് ചെയ്യാൻ പറ്റും. പാട്ട് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പാട്ട് മാത്രമല്ല, മറ്റെന്തും. അപ്പോൾ ഈ പാട്ടിലൂടെ നമുക്ക് ഗ്രഹിക്കുന്ന ഈ ഗുണങ്ങൾ, ലഭിക്കുന്ന ഗുണങ്ങൾ നമ്മുടെ മറ്റ് മേഖലകളിലും മറ്റ് ആക്ടിവിറ്റീസിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ഓക്കെ, എങ്ങനെയാണ് ഒരു ലിറിക് അനലൈസ് ചെയ്യുന്നത്? നല്ലൊരു പാട്ടിൻ്റെ ലിറിക്സ് അനലൈസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, അല്ലേ? ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ പി ഭാസ്കരൻ്റെ. ഓർമ്മകൾ വേറെ പാട്ട് പറ. ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ ഓർമ്മകൾ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ, നമ്മളെ സ്വാധീനിച്ച മുഖങ്ങളെ മറക്കാൻ എളുതാണ്. എല്ലാവരെയും കണ്ടവരെ എല്ലാം ഓർത്തിരിക്കണമെന്നില്ല, പക്ഷെ നമ്മളെ ടച്ച് ചെയ്തവരെ, അല്ലേ, നമ്മളെ സ്വാധീനിച്ചവരെ ഓർത്തിരിക്കും. അങ്ങനെ മറക്കാൻ എളുപ്പമല്ല എന്നാണ് ആ പാട്ടിലുള്ള. അപ്പോൾ അതിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. വേറൊരു പാട്ട് ഏതെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, നമുക്കതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു ഇഷ്ടഗാനം രണ്ടുപേരും. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മുറ്റത്തെ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു, അല്ലേ? അപ്പോൾ നമ്മളെ ഓർമ്മകൾ ആ പഴയ കാലത്തേക്കൊക്കെ പോകുന്നു. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്കുമിണ്ടാഞ്ഞതല്ലേ. അപ്പോൾ ഒരു വിരഹത്തിൻ്റെ, പറയാതെ പോയ ഒരു വിഷമം, അല്ലേ? അങ്ങനെ നമ്മൾ പാട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫാക്കൽറ്റീസ് വീണ്ടും സ്റ്റിമുലേറ്റഡ് ആവുകയാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകൾ ഇപ്പോൾ ഉഷാമാടവും ഓർത്തെടുത്തതാണ്. ഓർമ്മയുടെ ഒരു ഫാക്കൽറ്റി, ബ്രെയിൻ്റെ ഫാക്കൽറ്റിയാണല്ലോ, കോഗ്നിറ്റീവ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ ലിറിക്സ് അനലൈസ് ചെയ്യുന്നത് വഴി നമുക്കതിൻ്റെ ഇമോഷൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇമോഷൻ കലർത്തിയാണ് പാട്ട് വരുന്നതെങ്കിലും ആ ലിറിക്സും കൂടെ കേൾക്കുമ്പോൾ, അല്ലാതെ ഇമോഷണൽ ഒരു മ്യൂസിക് മാത്രം ഇട്ടാലും നമ്മളെ സ്വാധീനിക്കും, പക്ഷെ ആ ലിറിക്സും കൂടെ കേൾക്കുമ്പോൾ അത് കൂടുതൽ ഇമോഷൻ തരുന്നു. ആ ഇമോഷനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലിറിക്സിന് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പറയുന്നത് മ്യൂസിക് തെറാപ്പിയിൽ. ദെൻ തീംസ് ആൻഡ് പേഴ്സണൽ കണക്ഷൻ. ഇവിടെ പറയാതെ അറിയാതെ നീ പോയതല്ലേ എന്നുള്ള പാട്ട് പാടിയപ്പോൾ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? അവിടെ ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടായി, അല്ലേ? ആ പേഴ്സണൽ കണക്ഷനെയാണ് അവിടെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. നമ്മളത് ആ ചിത്രം കണ്ടു. അപ്പോൾ സിനിമയിലെ ആ രംഗം ആയിരിക്കണമെന്നില്ല, അങ്ങനെ വേർപിരിയുന്ന ഒരു വേദനയുടെ രംഗം നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നു ലിറിക്സിലൂടെ, ആ മ്യൂസിക്കിലൂടെ. അപ്പോൾ മ്യൂസിക് ചെയ്യുന്ന വണ്ടർഫുൾ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് നമുക്കുണ്ടാകുന്ന
പ്രശ്നങ്ങളിൽ നിന്നും തിരിച്ചു വരിക, അല്ലേ? ഇംപ്രൂവ് പല കാര്യങ്ങളിലും. ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ച് സ്ട്രോക്ക് വന്നു, അല്ലേ, അല്ലെങ്കിൽ ഒരു സർജറി കഴിഞ്ഞു, അത് നമുക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഇംപ്രൂവ് ബ്രീത്തിങ്. അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നത് സിംഗിങ്ങിലൂടെ, പാട്ട് പാടുന്നതിലൂടെ നമ്മൾ താളവും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ താളത്തിനൊപ്പിച്ച് പാടുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് ഇംപ്രൂവ് ചെയ്യുന്നു. സാധാരണയിൽ കവിഞ്ഞ ഒരു എക്സർസൈസാണ് നമ്മൾ പാട്ടിലൂടെ ബ്രീത്തിങ്ങിന് കൊടുക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചോളൂ. ഇംപ്രൂവ് ബ്രീത്തിങ്. നമ്മുടെ പോസ്റ്റർ, നമ്മുടെ നിൽപ്പും നടപ്പും എടുപ്പിനെയൊക്കെ സംഗീതം സ്വാധീനിക്കുന്നുണ്ട്. മോട്ടോർ സ്കിൽസ്, അതെങ്ങനെയാണ്? സംഗീതത്തിനൊപ്പം ചുവട് വയ്ക്കുന്നതിലൂടെ. ഓക്കെ, മോട്ടോർ സ്കിൽസ് നമ്മുടെ മൂവ്മെൻറ്റ് സ്കിൽസാണ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ. നടക്കുക, എടുക്കുക, നമ്മുടെ കോർഡിനേഷൻ, ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ, ഇതൊക്കെയാണ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. അത് എന്താണ്, 2 തരമുണ്ട്. മോട്ടോർ ഗ്രോസും ഫൈൻ മോട്ടോർ സ്കിൽസ്. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ മസിൽസ് കൊണ്ടുള്ള ആക്ഷൻ ചെയ്യാനുള്ള സ്കിൽസാണ്. ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മസിൽസ്, നടക്കുക, ഓടുക, ഡാൻസ് കളിക്കുക, ഇതൊക്കെ ഗ്രോസ് മോട്ടോർ സ്കിൽസാണ്. പേന പിടിച്ച് എഴുതുക, അല്ലെങ്കിൽ ഒരു നട്ട് മുറുക്കുക, അങ്ങനെയൊക്കെയുള്ളത് ഫൈൻ മോട്ടോർ സ്കിൽസാണ്. ചെറിയ മസിൽസിൻ്റെയും വലിയ മസിലിൻ്റെ ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. അപ്പോൾ അങ്ങനെ മോട്ടോർ സ്കിൽസ് കൂട്ടാനായിട്ട് സംഗീതം സാധിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫിസിക്കൽ ആരോഗ്യത്തിന്, ശാരീരിക ആരോഗ്യത്തിന് ഗുണമുണ്ട് എന്നാണ് പറഞ്ഞത്. നടക്കാൻ സഹായിക്കും. ഈ പാർക്കിൻസൺസ് രോഗം ഒക്കെ വന്ന, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നതിന് ശേഷമൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുന്നവരെ പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി അവരുടെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചുള്ള, ആ ലെവൽ അനുസരിച്ചുള്ള പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് അവരെ നടത്തിക്കാൻ സാധിക്കും. അപ്പോൾ താളാത്മകമായിട്ട് അറിയാതെ തന്നെ ചൂട് വയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. നമുക്കൊന്ന് ബാക്കി കാര്യങ്ങൾ അടുത്ത സെഷനിൽ തുടരാം. അതുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഇതിൻ്റെ 2ാം ഭാഗമായിട്ട് നമുക്ക് അടുത്ത സെഷൻ to speak sentences, to greet his wife, to say I love you to his wife and children again, which you'll see here in the video. Try it again. I'm Peter. I'm Peter. I'm Peter. How are you? How are you? Hello, I'm Peter. How are you? I am good. Thank you. How are you? You are my sunshine, my only sunshine. You make me happy when skies are gray. So by using melody to engage his right hemisphere, we're actually leveraging what he can do over what he can't do. ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെ മോൾഡ് ചെയ്തെടുക്കുക. ഒരു മ്യൂസിക് തെറാപ്പിയിലൂടെ, അദ്ദേഹം ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻ്റ് ആയിരുന്നു, സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ടു, എങ്കിലും മ്യൂസിക്കിലൂടെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മുടെ മ്യൂസിക് തെറാപ്പിയുടെ സെഷൻ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നമുക്ക് കുറച്ച് കാര്യം കൂടി, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ ടെക്നിക്സ് ഒക്കെ ഒന്നുകൂടി സംസാരിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ഞായറാഴ്ച സംസാരിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് മ്യൂസിക് ക്യാൻ ഹീൽ അവർ ബ്രെയിൻ ആൻഡ് ഹാർട്ട്. നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ മസ്തിഷ്കത്തെ, നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുവാൻ
ഹീൽ ചെയ്യുവാൻ സംഗീതത്തിന് കഴിവുണ്ട് എന്നുള്ള ആ ഒരു പോയിന്റോടുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മ്യൂസിക് തെറാപ്പി സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു all. Over to താങ്ക് Sabu യു sir. സർ, താങ്ക് യു വെരി മച്ച്. And all I can say, when I oil my baby, you will be able to sing a song. ഇത് നമ്മൾ രണ്ടാമത്തെ സെഷന്റെ ഭാഗമായിട്ട് നമ്മൾ ബിച്ചു തിരുമല കുറിച്ചാണ് നമ്മളിന്ന് അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ഓർക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ നമുക്ക് ഇന്ന് പാടാം, കേൾക്കാം. ഈ ഗാനരചയിതാവിനെ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കുറേ പാട്ടുകൾ ബിച്ചു തിരുമലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പാടാനുണ്ട്. ഏറ്റവും കുറേ പാട്ടുകളാണ്. സോ ആരായിരുന്നു ബിച്ചു തിരുമല എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബിച്ചു തിരുമല എന്നറിയപ്പെടുന്ന ഭാസ്കരൻ ശിവശങ്കരൻ നായർ 1942 ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ് ജനിച്ചത്. നവംബർ മാസം 26-ാം തീയതിയാണ് 2021 അദ്ദേഹം മരിക്കുന്നു. ഒരു ഗാനരചയിതാവും കവിയുമായിരുന്നു. മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ മനോഹരമായ പദങ്ങൾ ചിട്ടപ്പെടുത്തുന്ന ശൈലി സൃഷ്ടിച്ചത് അദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. മലയാള സിനിമയിൽ റെഡിമെയ്ഡ് ട്യൂണുകൾക്ക് പാട്ടെഴുതിയ ഗാനരചയിതാക്കളുടെ സംഘം നയിച്ചത് ബിച്ചു തിരുമലയാണ്. അനേകം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ അദ്ദേഹം നേടി. ജയ, വിജയ, രവീന്ദ്രൻ, ജെറിസൺ അമൽ തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകരോടൊപ്പമുള്ള രചനകൾ അദ്ദേഹത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. പ്രത്യേകിച്ച് ഔസേപ്പച്ചൻ, ഇളയരാജ, AR റഹ്മാൻ തുടങ്ങി അങ്ങനെ ദക്ഷിണാമൂർത്തി, ബാബുരാജ് ഇവരോടൊക്കെ ചേർന്നിട്ടുള്ള പാട്ടുകൾ അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കി. ഓക്കെ, നമുക്ക് ഷാബു സാറിലേക്ക് പോകാം. ഷാബു സാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഓഡിബിൾ ആണോ സാർ? യെസ്, ഓക്കെ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മുടെ ബിച്ചു തിരുമല എന്ന അനശ്വരനായിട്ടുള്ള ഗാനരചയിതാവിന്റെ അനുസ്മരണമാണ്. ബിച്ചു തിരുമലയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞാൽ തീരില്ല. അദ്ദേഹം യഥാർത്ഥത്തില് ഗാനരചയിതാക്കൾക്കുള്ള ഒരു പാഠപുസ്തകം എന്ന് പറയില്ലേ, അത് തന്നെയാണ് അദ്ദേഹം. അതായത് ഈണങ്ങൾക്കൊപ്പിച്ച് വരി എഴുതാൻ കേരളത്തിൽ ഒരുപക്ഷെ ബിച്ചു തിരുമല, അതുപോലെ തന്നെ നമ്മുടെ അന്തരിക്ഷ ഗിരീഷ് പുത്തഞ്ചേരി, അതിലേറ്റവും ആദ്യം വന്നത് നമ്മുടെ ബിച്ചു തിരുമല തന്നെയാണ്. ഒരു നിമിഷ നേരങ്ങൾ കൊണ്ട് സംഗീത സംവിധായകർ ചൊല്ലിക്കൊടുക്കുന്ന ഈണം, ആ ഈണത്തിന് അനുസരിച്ച് കൃത്യമായിട്ടുള്ള പദസമ്പത്തോടെ സിനിമാ മേഖലയിലും സംവിധായകനും തിരക്കഥാകൃത്തിനും എല്ലാം അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഗാനം ബിച്ചു തിരുമല എപ്പോഴും എഴുതി കൊടുക്കാറ്. ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, ഒരു ധന്യതയാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന് ശേഷം വന്ന എല്ലാവരും അദ്ദേഹത്തെ പറ്റി അടയാളപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ശൂന്യതയിൽ നിന്ന് പോലും അദ്ദേഹം ഗാനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. ആ ഗാനങ്ങൾക്ക് എത്ര സൗന്ദര്യമാണ്, എത്ര മാധുര്യമുണ്ട് എന്നുള്ളതും പിൽക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സെക്കൻഡുകൾക്ക് സംഗീത സംവിധായകർ ആ ചൊല്ലിക്കൊടുക്കുന്ന ലല്ലല്ല ലല്ലല്ല, താനന താനന, ഇത് ഇപ്പോഴത്തെ പുതിയ ഗാനരചയിതാക്കളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം, നമ്മുടെ പ്രിയപ്പെട്ട കൈതപ്രം തിരുമേനി ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് പക്ഷാഘാതം പിടിപെട്ട കാര്യം നിങ്ങൾക്ക് അറിയാം. എനിക്ക് പക്ഷാഘാതം പിടിപെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഈണങ്ങൾക്കനുസരിച്ച് പാട്ടെഴുതുക എന്നുള്ള വലിയൊരു ജോലി കാരണം അത് വലിയൊരു എന്താ പറയുക, ഒരു ചാലഞ്ചാണ് ഈ ഗാനരചയിതാക്കൾക്ക് കൊടുക്കുന്നത്. അദ്ദേഹം മൂളുന്ന താനന്ന എന്നുള്ളതിന് ആ സിനിമയ്ക്ക് ഏറ്റവും, അല്ലെങ്കിൽ അതിന്റെ തിരക്കഥ അനുസരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പദം അല്ലെങ്കിൽ ഒരു വരികൾ എഴുതുക എന്നുള്ളത് ഒരു വലിയ ചാലഞ്ചാണ്. മറിച്ച്
ഇവരോടൊരു ഗാനം എഴുതാൻ പറഞ്ഞ് അതിന് സംഗീതം കൊടുക്കുക അത്ര വലിയ പണിയൊന്നുമില്ല. ഏത് ആൾക്കാർക്കും അല്ലെങ്കിൽ രചയിതാക്കൾക്കും കവിതാക്കൾക്കും ഒക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു പണിയാണ് ഒരു ഗാനം എഴുതുക എന്ന് പറയുന്നത്. പക്ഷേ ഈ സംഗീത സംവിധായകർ കൊടുക്കുന്ന മീറ്ററിനനുസരിച്ച് ഒരു ഈണത്തിനനുസരിച്ച് ഈ കഥാസന്ദർഭത്തെ ആ ചുരുക്കം ചില വാക്കുകളിൽ അതിന്റെ എല്ലാ അർത്ഥത്തോടും കൂടി ആ ഗാനം പ്രതിഫലിക്കുക, എന്നിട്ട് ആ ഗാനം ഹിറ്റാവുക എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. പക്ഷെ അർഹിച്ച അംഗീകാരം പലപ്പോഴും ഗാനരചയിതാക്കൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആകാശവാണിയിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ അടുത്ത പാട്ട് ഇന്ന പാട്ട് പാടിയിരിക്കുന്നത് ആരാ? യേശുദാസ് പാടിയിരിക്കുന്നു. യേശുദാസ് പാടിയ ഇന്ന പടത്തിലെ പാട്ടാണ്, ഇത്രയാണ് നമ്മൾ കേൾക്കുന്നുള്ളൂ അല്ലെ? സ്വയംഭൂവായിട്ട് വരുന്നതാണോ ഈ ഗാനങ്ങളെല്ലാം? അല്ല, അതിനൊരു അച്ഛനുണ്ട്, അതിനൊരു അമ്മയുണ്ട്. അവരൊക്കെ എത്രമാത്രം പരിശ്രമിച്ചിട്ടാണ്, എത്രമാത്രം അവരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടുള്ള അത്ര ഒരു മധുരമായിട്ടുള്ള ഒരു ഗാനം പിറന്നത് ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? ബിച്ചുവിന്റെ ഏതെങ്കിലും ഒരു പാട്ട് ആരെങ്കിലും ഒന്ന് പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിച്ചുവിന്റെ ഒരു പാട്ടൊന്ന് പറയും, പറഞ്ഞോളൂ. എനിക്ക് കേൾക്കാനോ വലിയ ഇഷ്ടമാണ് അതിനൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട്. നിങ്ങളുടെ നാവിൽ കൂടി അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ള രചനകൾ വരുന്നത് കേൾക്കാൻ ഞാൻ ഇങ്ങനെ കാതോർത്ത് നിൽക്കും പലപ്പോഴും. ഞാൻ പലരോടും ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ഏതൊക്കെയാണ്, ഒന്ന് പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മിഴിയോരം. യെസ്, ഓ വളരെ വളരെ നല്ലത്, താങ്ക് യു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ ഗാനങ്ങളും മായിൽ വെച്ചാണ് തുടങ്ങുന്നത്. അതിന്റെ എല്ലാ ഗാനങ്ങളും മഞ്ചാടിക്കുന്നിൽ, മിഴിയോരം, എല്ലാ ഗാനങ്ങളും മാ എന്നുള്ളൊരു അക്ഷരത്തിൽ നിന്നാണ് ഗാനങ്ങൾ ആരംഭിക്കുന്നത്. പിന്നെ പറഞ്ഞോളൂ, ഏതാ? മഞ്ഞണിക്കൊമ്പിൽ. അതെല്ലാ ഗാനങ്ങളും മായിലാണ് ആരംഭിക്കുന്നത്. പിന്നെ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോളൂ, പങ്കുവെച്ചോളൂ. ഓക്കെ, സാബു സാർ ഒരു ഗാനം പറയും. സാബു സാറിന് ഇഷ്ടമുള്ള ബിച്ചു തിരുമല്ല. കിടക്കുന്നു ഹൃദയം ദേവാലയം. ഓ, ഇത് പറഞ്ഞോളൂ. ചമ്പക്കുളം തച്ചല്ലേ ഒളിക്കുന്നുവോ? ഓക്കെ. ഒളിക്കുന്നുവോ അതിൽ തന്നെ മനോഹരമായി വേറൊരു പാട്ടുണ്ട്, മകളെ. ആ പാട്ടില്ലേ? മകളെ പാതിമലരേ. പിച്ചുവിന്റെ പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർക്കുന്നൊരു ഗാനം ഈ സാബു സാർ ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ എടുത്തിട്ട് ഈ ഗാനം തന്നെ. ഈ ഗാനത്തെ മാറ്റി അദ്ദേഹത്തെ ഓർക്കുക എനിക്ക് സാധിക്കാറില്ല. ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഹൃദയ രക്തം കൊണ്ടാണ് ഈ വരികൾ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആ വരികളിലൂടെ നോക്കൂ, നിങ്ങൾ അതിന്റെ ഈണം നോക്കണ്ട, ആ വരികളിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിക്കൂ. ഹൃദയ രക്തം കൊണ്ട് തന്നെയല്ല അത് എഴുതി വെച്ചിരിക്കുന്നത്. ആനകളില്ലാതെ അമ്പാരി ഇല്ലാതെ ആറാട്ടു നടക്കാറുണ്ട് ഇവിടെ, ശരിയല്ലേ? സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ട് എവിടെ? നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളി ആടാറുണ്ട് ഇവിടെ. എന്തൊരു ചിന്തകളാണ് നോക്കൂ. ഹൃദയത്തെ പറ്റി ഇതിലും മനോഹരമായിട്ട് എങ്ങനെയാ ഒരു കവിയൊക്കെ ചിന്തിക്കുക എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതം കൊള്ളാറുണ്ട്. ഹൃദയത്തിന്റെ രക്തം ചാലിച്ചുകൊണ്ട് എഴുതിയ പാട്ട്. സപ്താഹം ചൊല്ലാറുണ്ട് ഇവിടെ. മുറജപമില്ലാത്ത കൊടിമരമില്ലാത്ത പുണ്യമഹാക്ഷേത്രം അല്ലെ? നമ്മുടെയൊക്കെ ഹൃദയം ഒരു പുണ്യമഹാക്ഷേത്രമാണ്. അതിലെന്തില്ല? ജപമില്ലാത്ത കൊടിമരമില്ലാത്ത ഒരു പുണ്യമഹാക്ഷേത്രമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. വിഗ്രഹമില്ലാതെ, പുണ്യാഹമില്ലാതെ, എന്താ പറയുന്നത്, അഭിഷേകം കഴിക്കാറുണ്ട് ഇവിടെ അല്ലെ? വിഗ്രഹമില്ല, പക്ഷെ പുണ്യാഹമില്ല, പക്ഷെ ദിവസവും ഇവിടെ എന്ത് കഴിക്കാറുണ്ട്? അഭിഷേകം കഴിക്കാറുണ്ട്. ദുഃഖങ്ങൾ മുഴുക്കാപ്പ് ചാർത്താറുണ്ട് ഇവിടെ. മേൽശാന്തി ഇല്ലാതെ, മന്ത്രങ്ങൾ ചൊല്ലാതെ കലശങ്ങൾ ആടാറുണ്ട് ഇവിടെ. ഓർമ്മകൾ ശീവേലി കൂടാറുണ്ട് ഇവിടെ. നടപ്പന്തലില്ലാത്ത, തിടപ്പള്ളി ഇല്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, മാനവ ഗുഹാക്ഷേത്രം. എന്തൊരു വരികളാണിത്! ഈ ബിച്ചു തിരുമല സാറിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ ഒരു ഗാനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എല്ലാവരും ആ വരികളൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അതിന്റെ ഈണം വിട്ടേക്കൂ. അതിന്റെ ഈണം വിട്ട ആ വരികൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ലിപികളാൽ, മലയാളത്തിന്റെ സുവർണ ലിപികളാൽ എഴുതി വെച്ചിരിക്കുന്ന ഹൃദയം ഒരു ദേവാലയം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ. സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ടിവിടെ. മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന്
കഥകളിയാടാറുണ്ടിവിടെ. ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ടിവിടെ. മുറജപമില്ലാത്ത കൊടിമരമില്ലാത്ത പുണ്യമഹാക്ഷേത്രം മാനവ ഹൃദയം ദേവാലയം. പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം. ആലപിച്ചോളൂ. പാടിക്കോളൂ. എനിക്ക് 8 മണിക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ട് സാറേ. ഞാൻ വേഗം സാറിന്റെ സമ്മതത്തോടുകൂടി പോവും. ഹൃദയം ദേവാലയം പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം. വിഗ്രഹമില്ലാതെ പുണ്യാഹമില്ലാതെ അഭിഷേകം കഴിക്കാറുണ്ടിവിടെ. ദുഃഖങ്ങൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ. മേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ ആടാറുണ്ടിവിടെ. ഓർമ്മകൾ പുണ്യമഹാക്ഷേത്രം മാനവ ഹൃദയം ദേവാലയം. വരികൾ കണ്ടില്ല സാർ? താങ്ക് യു. പെട്ടെന്ന് പാടിക്കോളൂ. അടുത്ത ആള്. പെട്ടെന്ന് പാടിക്കോളൂ. നമുക്ക് 8:25 വരെ സമയമുള്ളൂ. അതുകൊണ്ട് ഒരു പല്ലവി അല്ലെങ്കിൽ ഒരു അനുപല്ലവി, ഒരു ചരണം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പാടി നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം നമുക്ക് സമയപരിമിതിയുണ്ട്. അതിനുള്ളിൽ ഒരു 5-10 പാട്ട് അവതരിപ്പിക്കുക എന്നുള്ള ഒരു വലിയൊരു വെല്ലുവിളിയാണ്. അപ്പൊ നിങ്ങളൊരു പല്ലവി പാടുക അല്ലെങ്കിൽ അനുപല്ലവി, ഒരു ചരണമൊക്കെ ആയിട്ട് അങ്ങനെ പാടാം. ഫുള്ള് പാട്ട് പാടുന്ന. ഓക്കെ, താങ്ക് യു. പാടിക്കുന്നു. ഹൃദയം ദേവാലയം പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ. സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ. മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ. ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ടിവിടെ. മുറജപമില്ലാത്ത കൊടിമരമില്ലാത്ത പുണ്യമഹാക്ഷേത്രം മാനവ ഹൃദയം ദേവാലയം. ഓക്കെ സർ. താങ്ക് യു. നന്നായി പാടി. വിഗ്രഹമില്ലാതെ പുണ്യാഹമില്ലാതെ അഭിഷേകം കഴിക്കാറുണ്ടിവിടെ. ദുഃഖങ്ങൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ. മേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ കലശങ്ങളാടാറുണ്ടിവിടെ. ഓർമ്മകൾ ശീവേലി കൂടാറുണ്ടിവിടെ. നടപ്പന്തലില്ലാത്ത തിടപ്പള്ളിയില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം മാനവ ഹൃദയം ദേവാലയം.
വിദ്യാലയം. താങ്ക് യു. ഓക്കെ, ജോസഫ് സാറില്ലേ അവിടെ? ജോസഫ് സാറില്ലേ? ജോസഫ് സാറ് ഉണ്ടല്ലോ അല്ലേ? ഇല്ലല്ലേ. ഓക്കെ, അടുത്ത പാട്ട് പോക്കോളൂ, Okay. സമയം കുറച്ചേ ഉള്ളൂ. യെസ്. അടുത്ത് നമുക്ക് ഒരു എപ്പിസോഡും കൂടി വേണം സർ. ബിച്ചു തിരുമലയുടെ പാട്ടുകൾക്ക് നമുക്ക് അത് അടുത്തൊരു കുഴപ്പമില്ല, എപ്പിസോഡും കൂടി ബിച്ചു നിങ്ങള് തിരുമലയോ? ഓക്കെ ഇത് വെച്ചോളൂ. ഓക്കെ. നമുക്ക് അടുത്ത പാട്ട് എൻ സ്വരം പൂവിടും KJ ജോയ്, നമ്മുടെ തൃശ്ശൂർക്കാരനായി, അദ്ദേഹം മരിച്ചുപോയി. അനുപല്ലവി എന്നുള്ള ഒരു മനോഹരമായിട്ട് അതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അതിൽ എൻ സ്വരം പൂവിടും ഗാനം. ഇതിൽ KJ ജോയ് അദ്ദേഹത്തിന് ബിച്ചു തിരുമലയ്ക്ക് മൂളിക്കൊടുത്തൊരു ഈണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? താ തരാ താരരാ താരരാ. ഇതെന്താണത്? താ എന്നുള്ള ഒരു അക്ഷരം വെച്ച് എങ്ങനെയാണ് പല്ലവിയിൽ ഒരു ഒരു വരി, ഒരു പദം ഉണ്ടാക്കുക? ഇതൊക്കെ ഗാനരചയിതാക്കൾക്ക് വലിയൊരു വെല്ലുവിളി, ചാലഞ്ചിങ് ആണ്. ഇവരൊക്കെ ഉറക്കമൊഴിച്ച് രാത്രി ഇങ്ങനെ പദങ്ങൾ എഴുതി വെട്ടി ഇത് സിനിമയ്ക്ക് അനുയോജ്യമാവണ്ടേ? അദ്ദേഹം താ എന്ന് മൂളി അതിനനുസരിച്ച് മലയാളത്തിലൊരു പദം വേണ്ടേ? നീ, ഞാൻ എന്നൊക്കെ പറയുമ്പോ വളരെ അതില് തന്നെ ഈ കഥാനുസൃതമായിട്ടുള്ള വരികളും പദസമ്പത്തും വേണം. എങ്കിൽ മാത്രമേ സംവിധായകനത് തിരക്കഥാകൃത്ത് ഓക്കെ പറയുള്ളൂ. അപ്പൊ ഇദ്ദേഹം എന്താ താൻ മൂളിക്കൊടുക്കണ്? താ തര 1 2 3 എന്ന് പറയാം. എൻ സ്വരം 2, ആദ്യത്തെ ഒരു അക്ഷരം, രണ്ടാമത്തെ 2 അക്ഷരം സ്വരം, മൂന്നാമത്തെ പൂവിടും 3 അക്ഷരം. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇവർക്ക് വലിയൊരു ചാലഞ്ചിങ് എന്ന് പറയുന്നത്. കൈതപ്രം പറഞ്ഞ ഇതാണ്. ഇതൊക്കെ വെച്ച് ഞങ്ങള് രാത്രി ഇങ്ങനെ ഒരു പിടുത്താണ്, എഴുതി പിടുത്താണ്. അത് ആസ്വാദകരിലേക്ക് എത്തണമല്ലോ മനോഹരമായിട്ട്. അപ്പൊ അത്രയും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഗാനമാണ്. പക്ഷെ ഇത് ഗാനം എഴുതി വന്നപ്പോൾ മനോഹരമായി. എൻ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി. നമ്മുടെ ഉഷാവുദ്ദീപൊക്കെ മനോഹരമായി ഈ ഗാനം പുനരാവതരിപ്പിക്കുന്നതല്ലേ കണ്ടിട്ട്. ഒരു മിഴിയിതളിൽ ശുഭശകുനം, മറുമിഴിയിതളിൽ അപശകുനം. ഒരു മിഴിയിതളിൽ ശുഭശകുനം, മറുമിഴിയിതളിൽ അപശകുനം. വിരൽ മൂന തഴുകും നവരാഗമേ വരൂ വീണയിൽ നീ അനുപല്ലവി. എൻ സ്വരം പൂവിടും ഗാനമേ, എൻ സ്വരം പൂവിടും ഗാനമേ, വീണയിൽ നീ അനുപല്ലവി. ഈ വീണയിൽ നീ അനുപല്ലവി. സാബു സാറൊന്ന് പാടി നോക്കൂ. ഇനിയൊരു ശിശിരം തളിരിടുമോ, അതിലൊരു ഹൃദയം കതിരിടുമോ. ഇനിയൊരു ശിശിരം തളിരിടുമോ, അതിലൊരു ഹൃദയം കതിരിടുമോ. കരളുകളുരുകും സംഗീതമേ വരൂ വീണയിൽ നീ അനുപല്ലവി. എൻ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി, നീ അനുപല്ലവി. അടിപൊളി, സൂപ്പർ. ആരെങ്കിലും ഉണ്ടോ അടുത്തത്? രണ്ടുപേരും ശ്രമിക്കാം സാറേ. എൻ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി, നീ അനുപല്ലവി. എനിക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് സാറേ, സോറി. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടും, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ട് ഞാൻ പാടി നോക്കട്ടെ സാറേ. പാടും. ഒരു മിഴി പാടിക്കോളൂ. ഉപശകുനം, മറുമിഴി ഇതളിൽ അപശകുനം. ഒരു മിഴി ഇതളിൽ ശുഭശകുനം, മറുമിഴി ഇതളിൽ
അപശകുനം വിരൽ മുന തഴുകും നവരാഗമേ വരൂ വീണയിൽ നീ അനുപല്ലവി. എനിക്കറിയില്ല. കുഴപ്പമില്ല വേറെ കുഴപ്പമില്ല. ആർക്കെങ്കിലും? എന്തായാലും ശ്രമിച്ചല്ലോ. പാടട്ടെ സാറേ? Yes, yes, പഠിക്കണോ? പൂവിടും ഗാനമേ പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവി. ഈ വീണയിൽ നീ അനുപല്ലവി. ഒരു മിഴിയിടളിൽ സുഖശകുനം മറുമിഴിയിടളിൽ അപശകുനം. ഒരു മിഴിയിടളിൽ ശുഭശകുനം മറുമിഴിയിടളിൽ അപശകുനം. വിരൽ മുന തഴുകും നവരാഗമേ വിരൽ മുന തഴുകും നവരാഗമേ വരൂ വീണയിൽ നീ അനുപല്ലവി. എൻ സ്വരം പൂവിടും ഗാനമേ എൻ സ്വരം പൂവിടും ഗാനം. ഓക്കെ സർ. അടുത്ത പാട്ടിലേക്ക് പോവാം. ജെറി അമൽദേവും ഷാൻ റഹ്മാന്റെയും മ്യൂസിക്കില് പിച്ചു തിരുമലയുടെ ലിറിക്സില് ആയിരം കണ്ണുമായി. തട്ടത്തിൻ മറയത്തല്ല, പാട്ടിന് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ പഴയ ഒരു പാട്ടല്ലേ? ആരാ പാടുന്നത്? യെസ് യെസ് യെസ്, നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട്. പാടിയോളൂ. വളരെ സിമ്പിൾ മനോഹരമായ പാട്ട്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നു പൈങ്കിളി മലർത്തേൻകിളി, പൈങ്കിളി മലർത്തേൻകിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നു പൈങ്കിളി മലർത്തേൻകിളി, പൈങ്കിളി മലർത്തേൻകിളി. മഞ്ഞു വീണതറിഞ്ഞ് വെയിൽ വന്നു പോയതറിഞ്ഞ് ഓമനേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നു പൈങ്കിളി മലർത്തേൻകിളി, പൈങ്കിളി മലർത്തേൻകിളി. താങ്ക് യു സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും കൂടെ ഒന്ന് പാടാമെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. സാറേ ഞാനൊന്ന് പാടി നോക്കട്ടെ. ഓക്കെ. ആയിരം കണ്ണുമായി കാത്തിരുന്നു എന്നിൽ നിന്നും പറന്നകന്നോർ പൈങ്കിളി മലർത്തേൻകിളി, പൈങ്കിളി മലർത്തേൻകിളി. തെന്നലും മകളെയും ഉന്നത്തുംബിത്തം ചുമിട്ടിയോ, ഉള്ളിലെ മാമയെ നീലപ്പീളികൾ വീശിയോ. ആയിരം കണ്ണുമായി
കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി, മലർത്തേൻ കിളി, പൈങ്കിളി, മലർത്തേൻ കിളി. എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നോർ മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ, ആയിരം. യെസ് ഷേർലി മാം പാടിയോ? എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി, മലർത്തേൻ കിളി, പൈങ്കിളി, മലർത്തേൻ കിളി. താങ്ക് യു. ആയിരം കണ്ണുമായി എന്നുള്ള ഈ മനോഹര ഗാനം പാടാത്ത മലയാളികൾ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ അമ്മൂമ്മ കൊച്ചുമകളെ കാത്തിരിക്കുകയാണ്. ഒരുപാട് നാളെ ആഗ്രഹിച്ച കൊച്ചുമകളെ കാത്തിരുന്നു. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. പിന്നെ എന്നിൽ നിന്നും പറന്നകന്നു. പിന്നെ അവൾക്ക് ആ അസുഖമൊക്കെ ബാധിച്ച് അവരിൽ നിന്ന് പറന്ന് ദൂരേക്ക് പോയി. ആ വരികള് ആ കഥാസന്ദർഭത്തിനനുസരിച്ച് ആ സിനിമയ്ക്ക് അത്രയും ആപ്റ്റ് ആയിട്ടുള്ള വരികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഹിറ്റായത്. തെന്നലും മകളേകിയും കുഞ്ഞിത്തുമ്പി തമ്പുരുമീട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ, എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി, മലർത്തേൻ കിളി, പൈങ്കിളി, മലർത്തേൻ കിളി. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത ആരെങ്കിലും പാടുന്നുണ്ടോ? അടുത്ത പാട്ട്. അടുത്ത പാട്ടിലേക്ക് പോലെ ഇതും അതുപോലെ തന്നെ എല്ലാവരും പാടിയൊരു ഓലത്തുമ്പത്തിരുന്ന്. പാട്ടാണ്. ഓലത്തുമ്പത്തിരുന്നൊരു ഉയലാണ്. സിംഗിങ് ടോപ്പ് ഓഫ് ദ പൈൻവുഡ്, ഓ നൈറ്റിംഗേൽ, when I oiling my baby, will you able to sing a song? ഒരിക്കലും ഒരു സാഹിബ് പിച്ചു തിരുമലയുടെ ഈ പാട്ട് വളരെ ഭംഗിയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പിച്ചു തിരുമലയെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഇതിന് മറ്റു തലങ്ങളിലേക്ക് കൊണ്ടുപോയത്. when I oiling my baby, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോൾ, will you able to sing a song? നിനക്കൊരു പാട്ട് പാടാമോ എന്നാലോചിക്കാൻ എത്ര മധുരമായിട്ടുള്ള. അതായത് ഈ നാടൻ വായ്ത്തരികളൊക്കെ ഉണ്ടല്ല, നാടൻ പദപ്രയോഗങ്ങളൊക്കെ, അതൊക്കെ ഒരു സിനിമ പാട്ടിൽ കൊണ്ടുവരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്കൊന്നും സാധിക്കില്ല. കാരണം അവർ വിചാരിക്കണം എന്താ, ഇതൊന്നും സിനിമയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് വിചാരിക്കണം. പക്ഷെ ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ കൊണ്ടുവന്ന ഒരാളാണ് പിച്ചു തിരുമല. ഒരിക്കലും അദ്ദേഹം ഈ ഫാസിലിന്റെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ചിത്രം ഉണ്ടായിരുന്നു ഈ പടത്തിന് മുമ്പ്, തീക്കനൽ എന്നുള്ളൊരു ചിത്രം ഉണ്ടായിരുന്നു. ആ തീക്കനൽ എന്നൊരു ചിത്രത്തില് ഫാസിലിന്റെ ഏറ്റവും ആദ്യത്തെ പടം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ല കേട്ടോ. തീക്കനൽ എന്ന് പറഞ്ഞൊരു സിനിമ അദ്ദേഹം അതിക്ക് മുമ്പ് സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് കഥാസന്ദർഭം എന്ന് പറയുന്നത് സുകുമാരൻ അടിച്ച് പൂസായിട്ട് പാടുന്ന ഒരു പാട്ടാണ്, വെള്ളം അടിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണ്. അപ്പൊ അതിനൊരു ഗാനരചയിതാവിനെ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് പാട്ട് എഴുതിയിട്ട് എത്ര പാട്ട് എഴുതിയിട്ടും ആ ഒരു സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള വരികള് സംവിധായകന് കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം തൃപ്തനായിട്ടില്ല ഫാസില്. അങ്ങനെയുണ്ട്. പിന്നെ ഫാസില് പറഞ്ഞത് എന്താ, നമുക്ക് ബിച്ചുവിനെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ ബിച്ചുവിനെ കൊണ്ടുവന്ന് ബിച്ചു ആ ഒരു ഈണം കൊടുത്തിട്ടുണ്ടായിരുന്നു.
ടാരറ്റാരറ്റാറ്റാ, ടാരറ്റാരറ്റാറ്റാ. ഇതാണ് ഈണം. ഇതിനനുസരിച്ച് അദ്ദേഹം കുറേ 2, 3, 4 ദിവസമായിട്ട് പരിശ്രമിച്ച് വരികൾ എഴുതും. ഇവർക്ക് എന്ത് ചെയ്താൽ കൊടുത്തില്ലേ. ബിച്ചു വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ട് 2 വരികൾ എഴുതി അവരുടെയൊക്കെ കണ്ണ് തള്ളിപ്പോയി. അപ്പൊ അവർ ആലോചിച്ചതാ, ഇത് ഞങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്നല്ലോ എന്നത്. അത് ബിച്ചു എഴുതി വരികൾ എന്താ പറയുക, അടിച്ചങ്ങ് പൂസായി കുടിച്ചങ്ങ് മാറായി. ഇത് ആർക്കും വേണമെങ്കിൽ എഴുതാം, പക്ഷെ സിനിമാ ഗാനമായിട്ട് ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ? പക്ഷെ ബിച്ചു അതും എഴുതും. അതും എഴുതി അതിനെ മനോഹരമാക്കി. അതേ എഴുതി പാട്ടാണ്. ആ ട്യൂണിനനുസരിച്ച് അടിച്ചങ്ങ് പൂസായി കുടിച്ചങ്ങ് മാറായി. അപ്പൊ ഫാസിലൊക്കെ വിചാരിച്ചു ഇത് ഞങ്ങൾക്ക് അറിയായിരുന്നില്ല. അതാ പറയണത്. അപ്പൊ ഇതൊക്കെ ഈ ഗാനങ്ങളിൽ കൊണ്ടുവരാനായിട്ട് ഒരു പ്രത്യേക വൈദഗ്ധ്യം വേണം. പദങ്ങളെങ്ങനെ സമന്വയിപ്പിക്കാനായിട്ട്, അത് ജീവിതഗന്ധിയായി സിനിമയുടെ ആത്മാംശത്തിൽ തൊടുവാനായിട്ട് നിസ്സാരമായിട്ടുള്ള ഒരു കഴിവ് പോരാ. എല്ലാ ആൾക്കാർക്കും അത് സാധിക്കില്ല. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഈ ഓലത്തുമ്പത്തിരുന്നുയിലാടും ചെല്ലപ്പങ്കിൽ. ഇതിലാ നമ്മുടെ പഴയ വായത്തായി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. എന്താണ്, എണ്ണ തേപ്പിക്കുമ്പം എന്താണ്, ചെല്ലപ്പൈങ്കിളി പാടടി എന്നുള്ളത്. പാടിക്കോളൂ. ഓലത്തുമ്പത്തിരുന്നുയിലാടും പാടിക്കോളൂ. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നുള്ള ചിത്രത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗാനമാണ്. ആ, ക്വസ്റ്റനെയർ ഒന്ന് കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ ടൈപ്പ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ. ഓലത്തുമ്പത്ത് ആര് പാടുന്നില്ലേ? ഞാൻ പാടട്ടെ സാറേ? സാറ് പഠിക്കോ? ആ പഠിക്കോ. അറിയുള്ളൂ. ആ പഠിക്കോ. ഓലത്തുമ്പത്തിരുന്നുയാലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. കിട്ടണില്ല സാറേ? പാടട്ടെ സാറേ? ആ പാടിക്കോളൂ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി. വെള്ളം കോരി കുളിപ്പിച്ചു കിന്നരിച്ചോ മനിച്ചയ്യ, എന്റെ വാരിപ്പളങ്കിപ്പം രാജപ്പൂമുത്തായി പോയടി. ചൊല്ലി നാവേറരുതേ കണ്ടു കണ്ണേറരുതേ, പിള്ളദോഷം കളയാൻ മൂടും പുള്ളോൻ കിടമേ ഹോയ്. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി. ഓക്കെ സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും? പാടിക്കോളൂ. എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി. വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരിച്ചോ മനിച്ചയ്യ, എന്റെ മാരിപ്പളങ്കിപ്പം രാജപ്പൂമുത്തായി പോയടി. ചൊല്ലി നാവേറരുതേ കണ്ടു കണ്ണേറരുതേ, പിള്ളദോഷം കളയാൻ മുളുപുള്ളോർ കുടമേ ഹോ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി. യെസ്, വെരി ഗുഡ്. യെസ്, ഇനി അടുത്ത ആള്. സാർ, താങ്ക് യു. ഓലത്തുമ്പത്തിരുന്നുയിലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരിച്ചോമനിച്ചയ്യ, എന്റെ മാരുപ്പളുങ്കിപ്പം രാജമുത്തായി പോയടി. ചൊല്ലി നാവേറരുതേ കണ്ണേറരുതേ, പിള്ളദോഷം കളയാൻ മുളു പുള്ളോൻ കുടമേ ഹോയ്. ഓലത്തുമ്പത്തിരുന്നുയിലാടും ചെല്ലപ്പൈങ്കിളി,
എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരി ചോമനിച്ചയ്യ. എൻ്റെ മാരിപ്പളും രാജപ്പൂമുത്തായി പോയടി. താങ്ക് യു സർ. വെരി ഗുഡ് സാർ, താങ്ക് യു. ഞങ്ങളൊക്കെ താങ്ക് യു. വിളിച്ചു കഴിഞ്ഞു. അത്രയും മനോഹരമായിട്ടുള്ള പാടല്ലേ? Singing in top of the pine wood alone, nightingale. When I oiling my baby, will you be able to sing a song? എന്നാണ് അദ്ദേഹം സാഹിബ് മനോഹരമായിട്ട് തർജ്ജമ ചെയ്തേട്ടാ. ഓക്കെ, അടുത്ത മനോഹരമായിട്ടുള്ള ഒരു വാക്ക് അതിൽ തന്നെ ആ സിനിമയിലെ അല്ലല്ലേ, പൂവിന് പുതിയത് പെൻ പൂവിന് തന്നെ കേട്ടിട്ടുണ്ടായിരിക്കുന്നത്. പീലിയേഴും വിശ്വാസുരരാഗമ മയൂരമേ എന്നുള്ളൊരു പാട്ട്. പീലിയേഴും ശിവ സ്വരരാഗമാ മയൂരമേ. പീലിയേഴും ശിവ സ്വരരാഗമാ മയൂരമേ. ആയിരം വരവർണ്ണങ്ങൾ ആയിരം വരവർണ്ണങ്ങൾ ആടുമീ ഋതുസന്ധ്യയിൽ പീലിയേഴും വീശിവ സ്വരരാഗമാ മയൂരമേ. പാദവം മദനോത്സവം വാഴുമി വനഭൂരിയിൽ. മാധവം മദനോത്സവം വാഴുമി വനവീതിയിൽ. പാടുനീരതിജതിയുടെ താളങ്ങളിൽ തേടൂ നീ ആകാശഗംഗകൾ. പാടൂ നീരതിജതിയുടെ താളങ്ങളിൽ തേടൂ നീ ആകാശഗംഗകൾ. പീലിയേഴും വീശിവ സ്വരരാഗമാ മയൂരമേ. വളരെ മനോഹരമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള പാട്ടാ. അതിന്റെ അനുപല്ലവി നോക്കി, കാലികം ക്ഷണഭങ്കുരം ജീവിതം മരുഭൂജലം. അതായത് കവികളൊക്കെ പാടിയതാണ്. ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ് അല്ലെ? കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മുടെ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ആ ചെറിയ സമയം പോയി കഴിയും. അതിനോടനുബന്ധിച്ചുള്ള മനോഹരമായിട്ടുള്ള വരികളാണ്. പാടിക്കോളൂ. കാലികം ക്ഷണഭംഗുരം ജീവിതം മരുഭൂജലം കേറുന്നു ദിനദിശകളിലാശാശതം പാറുന്നു മായാമയൂരികൾ. പീലിയേഴും വീശിവ സുരരാഗമാം മയൂരമേ. ആയിരം വരവന്നങ്ങൾ ആടുമി ഋതുസന്ധ്യയിൽ. ഓക്കെ, പാടിക്കോളൂ. ജീസ് പോൾ പാടൂ. ശിവ സ്വരരാഗമാ മയൂരമേ. ആയിരം ഋതുവർണ്ണങ്ങൾ ആയിരം വരവർണ്ണങ്ങൾ ആടുമീ ഋതുസന്ധ്യയിൽ. പീലിയേഴും വീശിവ സ്വരരാഗമാ മയൂരമേ. മാധവം മദനോത്സവം വാഴുമീ വനവീതിയിൽ. പാടുമീരതി നദിയുടെ ജാളങ്ങളിൽ തേടൂ നീ ആകാശഗംഗയിൽ. പീലിയേഴും വീശിവ
സ്വരരാഗമാ മയൂരമേ. താങ്ക് യു. നന്നായിട്ടുണ്ട്. മനോഹരം. താങ്ക് യു. കണ്ണൂർ രാജനാണ് ഇതില് മനോഹരമായിട്ടുള്ള ഈ പാട്ടിന് സംഗീത സംവിധാനം. അന്തരിച്ച കണ്ണൂർ രാജൻ. നമ്മുടെ ഇപ്പോഴത്തെ സംഗീത സംവിധായകൻ ശരത് ഉണ്ടല്ലോ, ശരത്തിന്റെ ഫാദർ ഇൻ ലോ ആണ് കണ്ണൂർ രാജൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മക്കൾക്കൊക്കെ ഓരോ രാഗത്തിന്റെ പേരുകളാണ് അദ്ദേഹം ഇട്ടത്. നല്ല സംഗീത സംവിധായകനായിരുന്നു കണ്ണൂർ രാജൻ. ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചു. പാടിക്കോളൂ. യെസ്, വേറെ ആരാ പാടുന്നേ? ഓക്കെ, നമുക്ക് സമയം കുറവുള്ളത് കൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് വന്ന മിഴിയറിയാതെ വന്നു. നിറം എന്നുള്ള സിനിമയിലെ, കമലിന്റെ നിറം എന്നുള്ള ഒരു സിനിമയിലെ, അത് എന്റെ നാട്ടില് എന്റെ കോളേജില് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് ചെയ്തത്. ഞങ്ങളൊക്കെ പഠിച്ച കോളേജാണ്. അപ്പൊ ഞങ്ങളൊക്കെ 2-3 പ്രാവശ്യം ആ സിനിമ കണ്ടു. വീണ്ടും ഞങ്ങളുടെ കലാലയൊക്കെ ഒന്ന് കാണുവാനായിട്ട്. അപ്പൊ ക്രൈസ്റ്റ് കോളേജിലാണ് കുഞ്ചാക്കോ ബോബനും ഇവരൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള അതിന്റെ ഷൂട്ടിംഗ് നടത്തുന്നത്. മനോഹരമായിട്ടുള്ള ഒരു മെലഡി. അതായത് വിദ്യാസാഗർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ സംഗീതത്തിന്റെ മെലഡിയുടെ രാജകുമാരൻ എന്ന് പറയുമ്പോൾ അത്രയും മെലോഡിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏത് അടിച്ചുപൊളി ഗാനമായിക്കോട്ടെ അതിലൊരു മെലഡി ഉണ്ടായിരിക്കും. അതാണ് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാനം എന്ന് പറയുന്നത്. മിഴിയറിയാതെ വന്നു നീ മിഴിയൂലാലേ, കനവറിയാതേതോ ഇലാവു പോലെ, മനമറിയാതെ പ്രിയൻ മനസരസോരം, പ്രണയ നിലാക്കിളി നീ ഷഹാന പാടി, ഇതുവരെ വന്നുണർന്നിടാതൊരു പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം. മിഴിയറിയാതെ വന്നു നീ മിഴിയൂലാലേ, കനവറിയാതേതോ കിനാവു പോലെ. യെസ്, മനോഹരമായിട്ടുള്ള ഈ പാട്ട് പാടിക്കോളൂ. കണ്ടേ സാറേ, അതോടുകൂടി നിർത്താം. അത് പാടിക്കോളൂ. നമുക്ക് ഇതോടുകൂടി നിർത്താം. ഈ അടുത്ത എപ്പിസോഡിൽ തുടങ്ങാം. ഈ ഒരു പാട്ട് പാടിക്കോളൂ. പാടിക്കോളൂ. ആരുമില്ല പാടാൻ? പാടട്ടെ സാറേ. യെസ്, പാടും. മനോഹരമായിട്ടുള്ള പാടാം. പാടും. മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ, കനവറിയാതേതോ കിനാവു പോലെ, മനമറിയാതെ പാറിയൻ മനസരസോരം, പ്രണയ നിലാക്കിളി നീ ഷഹാന പാടി, മിഴിയറിയാതെ വന്നു മിഴിയൂഞ്ഞാലിൽ, കനവറിയാതേതോ കിനാവ് പോലെ. ഓക്കെ സർ. താങ്ക് യു. അടുത്ത ആഴ്ച നമ്മൾ ബിച്ചു തിരുമലയുടെ പാട്ടുകൾ കണ്ടിന്യൂ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ, നമുക്കൊരു ഗ്രൂപ്പുണ്ട്, പാട്ട് വിശേഷം എന്നീ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ പാട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇടുക, പാടാൻ പറ്റുന്ന രീതിയിൽ. ജനറലായിട്ട് നമ്മൾ കുറേ പാട്ടുകൾ ഇടും. നമുക്ക് 8:30 ഒരു ക്ലാസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. സാർ, ഈ ലാസ്റ്റ് പാട്ടും കൂടെ പറഞ്ഞു നിർത്തിക്കോളൂ. നമ്മളിതും കൂടെ ചമ്പക്കുളം തച്ചൻ ബിച്ചു തിരുമല എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. മകളെ പാതിമലരേ നീ മനസ്സിലെന്നെ അറിയും, കനവും പോയ ദിനവും നിൻ ചിരിയിൽ വീണ്ടും ഉണരും, ഈ കൊതുമ്പു കളിയോടം
കാണാത്ത തീരം വളയുന്നു മകളെ പാതിമലരേ നീ മനസ്സിലെ നിന്നെ അറിയുന്നു. മകള് പോയ ദുഃഖത്തിൽ അദ്ദേഹം എഴുതിയൊരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് കേട്ടോ, ഒരു വിരഹഗാനം. അത് ഈ പടത്തിൽ തന്നെ മനോഹരമായ മറ്റൊരു പാട്ടുണ്ട്, ഒളിക്കുന്നുവോ എന്നുള്ള വിച്ചു തിരുമല എഴുതിയ ഒരു പാട്ട്, മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. വഞ്ചിയിലൊക്കെ തുഴഞ്ഞ് പോകും. പാടിക്കോളൂ സാർ പാടിക്കോളൂ. ലാസ്റ്റ് പാട്ട് പാടി നിർത്തിക്കോളൂ. ആർക്കാ പാടാൻ പറ്റുന്നത്? നമ്മുടെ ജോസഫ് സാറൊക്കെ പോയോ? കാണാനില്ല ജോസഫ് സാറിനെ. സാർ പോയി. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ചെയ്യാം. താങ്ക് യു. അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ വിച്ചു തിരുമലയുടെ പാട്ടുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. വിശേഷം? നമസ്കാരം ഷാബു സാറേ. അബ്ദുൾ റഷീദ് സാർ, നമ്മുടെ പഴയ അബ്ദുൾ റഷീദ് സാറാണോ? അതെ അതെ അതെ. ഇടയ്ക്കിടയ്ക്ക് സൈലന്റ് ആയിട്ടൊക്കെ വന്ന് പോവാറുണ്ട്. എന്തെങ്കിലും വിശേഷം? സുഖല്ലേ? അയ്യോ സുഖം, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. നമ്മള് സാറിനൊക്കെ ശബ്ദമൊക്കെ കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാറ് രണ്ടൊരു പാട്ടൊക്കെ പാട്. എന്തൊക്കെ വീട്ടിലെ വിശേഷമൊക്കെ? സുഖല്ലേ? എല്ലാവരും നന്നായിരിക്കുന്നു സാറ്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എല്ലാവരും നന്നായിരിക്കുന്നു. സന്തോഷം. ഏതായാലും വേണമെങ്കിൽ ഒന്ന് കൂടാം, ഒന്ന് കൂട്ടത്തിൽ നിന്ന് കൂടാം. ഓക്കെ, സന്തോഷം സന്തോഷം സന്തോഷം. എന്തായാലും പഴയ വീണ്ടും കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഞാനും സാബു സാറും അബ്ദുൾ റഷീദ് സാറൊക്കെ ഒരു കളരിയിൽ പഠിച്ചിറങ്ങിയ ആൾക്കാരുകളാണ്. അപ്പൊ അവരൊക്കെ വീണ്ടും ഈ ഒരു പ്രോഗ്രാമിലൂടെ കണ്ടുകൂട്ടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കണ്ടലിയിലും ആ ശബ്ദമൊക്കെ കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും സാറ് സജീവമായിട്ട് തന്നെ ഫ്ലോറിലൊക്കെ വരിക, 2 വരികളൊക്കെ ഞങ്ങൾക്ക് ഓക്കെ. എനിക്ക് ടൈം കിട്ടാത്തോണ്ട്, ജോലിയായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ടൈം കിട്ടാത്തോണ്ട്, അല്ലെങ്കിൽ ഞാൻ വരും. ഒഴിവുള്ള ഓക്കെ. ഇല്ല, പോയിട്ടില്ല, വീണ്ടും പോയിട്ടില്ല. ഗൾഫിലേക്ക് പോയിട്ടില്ല. ഇവിടെ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ കൂടിയതാ. ഹോം ട്യൂഷനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവാണ് ഇപ്പൊ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമ്മുടെ നാട് അതിന്റെ ഏറ്റവും വലിയ സ്വർഗം. അതെ അതെ, സന്തോഷം സന്തോഷമുണ്ട്. ഓക്കെ. ഞാൻ ഓക്കെ. പിന്നെ വേണ്ടുന്ന 2 പേര് വെക്കാം. മകളെ പാതിമലരേ മനസ്സിലെന്നെ അറിയുന്നു. പോരെ? അറിയില്ല. പാടാം. അടുത്ത പ്രാവശ്യം വരുമ്പോഴേ സാർ പാടിക്കോളൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. സന്തോഷം സന്തോഷം സന്തോഷം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും വിച്ചു തിരുമലയുടെ പാട്ടുകളുമായിട്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു സർ. ബൈ ബൈ. ഓക്കെ, താങ്ക് യു.